ആരെങ്കിലും ഇതുവരെ പഴയ വാഷിംഗ് മെഷീനിൽ വാഴ നട്ടിട്ടുണ്ടോ? അതുപോലെ എവിടെയെങ്കിലും പൊട്ടക്കിണറ്റിലെ വാഴ മുളച്ചു വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ കാണണം നിങ്ങൾക്ക്. എൻ്റെ വാഷിംഗ് മെഷീനിലെ വാഴ എടുത്തിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാൻ തോന്നും. അമ്മ അതിരിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വാഷിംഗ് മെഷീനിൽ നട്ട വാഴ വലുതായി 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 ഇതേ അങ്ങേ അറ്റത്ത് അടിപൊളിയായിട്ടുള്ളൊരു നല്ല വാഴക്കൊലയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാണിത്തട്ടം ഇങ്ങോട്ട് പൊട്ടിച്ചു. ഇനി അതൊന്ന് ഉപ്പേരി വെക്കണം. അപ്പോൾ എൻ്റെ കെട്ടിയോൻ ഇതാ അവിടെ നിന്നിട്ട് മാങ്ങ പറിക്കുന്നുണ്ടായി. അപ്പോൾ എനിക്കൊരു നല്ലൊരു പഴുത്ത മാങ്ങ ഇട്ടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ നട്ട വാഴ ഞാലിപ്പൂവനാണ്. അപ്പോൾ ഒരു ഓമയുടെ തൈയും കൂടിയും വാഷിംഗ് മെഷീനിൽ നട്ടിട്ട് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിലൊരു ഓമത്തൈയും കൂടി നട്ട്. ഇതിൻ്റെ എൻജിനീയർ ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ മദറിലോ ആണ്. ഈ വാഷിംഗ് മെഷീനിൽ വാഴ നട്ടതും ഓമ നട്ടതും ഒക്കെ എൻ്റെ അമ്മായിമ്മയാണ് കേട്ടോ. അപ്പം നമുക്കൊരു 3 വാഴ ഉണ്ട്, 2 കുഞ്ഞു കുട്ടികളും ഒരു അമ്മയും കേട്ടോ. അപ്പം അമ്മ അങ്ങോട്ട് കുലച്ച് നല്ല അടിപൊളി വാഴൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് നിറച്ചും പൊടിമടലും അതുപോലെ കരിയിലയും മണ്ണൊക്കെ കൂടി നിറച്ചിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ വാഴ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കൊലക്കുന്നൊന്നും വിചാരിച്ചില്ല. ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വാഴ നട്ടത്. പക്ഷേ ഇല ഉണ്ട് നമുക്കൊരു അടക്കം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തേങ്ങ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അതിൻ്റെ ദാരിദ്ര്യം കാരണം അപ്പോൾ അട ഉണ്ടാക്കാറില്ല. ലാസ്റ്റ് ഇല പൊട്ടിക്കാത്തതുകൊണ്ട് വാഴക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടാണ് തോന്നണം. അങ്ങോട്ട് കുലച്ചു, നല്ല അടിപൊളി ഒരു കൊല. പിന്നെ ഇത് കുലക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഞാൻ കഞ്ഞിവെള്ളവും ചാരവും കൂടിയിട്ട് കലക്കിയിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ കുലച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പേരി വെച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വൻപയറും മാണിയുടെ തട്ടിയും കൂടിയിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചു. എന്നിട്ട് പിന്നെ ഉമ്മ എന്താ അരി വറുത്ത പൊടിയും അതുപോലെ അരിമണി വറുത്തിട്ട് ആ പൊടിയും പിന്നെ എന്തൊക്കെയോ കടുകും ഇതൊക്കെ ഇട്ട് താളിച്ചിട്ട് ഈ പരുവത്തിലാക്കി തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ എനിക്കിതൊന്നും വെക്കാനും അറിയില്ല, തിന്നാനറിയട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ നാട്ടിലേക്ക് വണ്ടി കയറി. അവിടെ വന്നപ്പോൾ പൊട്ടക്കിണറ്റിൽ അതിലും വലിയൊരു വാഴ കൊലച്ചിട്ടുണ്ട്. എന്തൊരു വലിയ കൊലയാണ്. അപ്പോൾ ഇത് ഉള്ളത് പൊട്ടക്കിണറ്റിലാണ് കേട്ടോ. അതൊരു പൊട്ടക്കിണറായിരുന്നു, അത് തൂർത്തതാണ് കേട്ടോ. അപ്പം അതിൻ്റെ മുക്കാലോളം തൂർത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കച്ചറൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അതിലാണ് ഈ വാഴക്കന്ന് ഇങ്ങനെ വലുതായിട്ട് അധികമൊന്നും വലുതായില്ല തോന്നുന്നു. എന്നിട്ടൊരു വാഴക്കൊല ഉണ്ടായിരിക്കണം. അടിപൊളി കൊലയാണ്. അപ്പം എൻ്റെ ഇമ്മ പറഞ്ഞ് ഇത് വേണമെങ്കിൽ പോകുമ്പോൾ കൊച്ചിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകാനാകുമ്പോഴത്തേനും ഇതൊക്കെ പഴുക്കും. അപ്പം ഞാനിത് വെട്ടിയിട്ട് കൊണ്ടുപോകും. നമ്മുടെ അവിടുത്തെ വാഴയും പഴുക്കുമല്ലോ.